പക്ഷെ ഭഗവാൻ എന്നെ കൊണ്ടുപോകണത് പർവ്വതത്തിന്റെ മേലേക്ക്, കാടിൻ്റെ ഉള്ളിലേക്ക്, ഗുഹയ്ക്ക്, കടലിലേക്ക്. എനർജി പോയിന്റ്. രാജ്യം നല്ലത് നടന്നു കഴിഞ്ഞാൽ ആരും ഒന്നും കാണാത്ത പോലെ കുറേ പേര് നിൽക്കും. കാരണം എല്ലാവർക്കും ഒരു വിശ്വാസത്തിന്റെ പ്രതീകം കൂടിയാണ് അവിടുത്തെ സംസ്കാരം, ചരിത്രം, അവിടുത്തെ ജനങ്ങളുടെ ജീവിത രീതി. ഭഗവാൻ എന്നെ എവിടേക്കൊക്കെ കഴിക്കുമ്പോൾ അതും കൂടി ഞാൻ ആസ്വദിക്കാറുണ്ട്. ആത്മീയ ദർശനവും ജിയോ പൊളിറ്റിക്സും ഒരുമിച്ച് ചർച്ച ചെയ്യുന്ന നമ്മുടെ വരാന്ത ടോക്സിലെ ഇന്നത്തെ അതിഥി LMRKയുടെ ക്യാപ്റ്റൻ ശ്രീ രജിത് കുമാർജിയാണ്. ജി സല്യൂട്ട്. ഇന്ന് വളരെയധികം സന്തോഷമുള്ളൊരു ദിവസമാണ് നമ്മുടെ, പ്രത്യേകിച്ച് ജിക്ക് അല്ലേ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം സ്റ്റുഡിയോയിൽ, നമ്മുടെ സ്വന്തം ചാനലിൻ്റെ സ്റ്റുഡിയോയിൽ നമ്മളിരിക്കുകയാണ്. എന്താണ് സല്യൂട്ട് ഭാരതിനെ പറ്റി പറയാനുള്ളത്? ഒരുപാട് സന്തോഷം. കാരണം LMRKയ്ക്ക് സ്വന്തമായ ചാനൽ മുരുകൻ്റെ അനുഗ്രഹത്താൽ, സംരക്ഷണത്താൽ നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. അതിൻ്റെ മനോഹരമായ സ്റ്റുഡിയോ, ആ സ്റ്റുഡിയോയിൽ ഇരുന്നിട്ടുള്ള എൻ്റെ ആദ്യത്തെ ഇൻ്റർവ്യൂ. ഞാൻ ഒരുപാട് ഇൻ്റർവ്യൂ പല സ്റ്റുഡിയോകളിൽ പോയി ചെയ്തിട്ടുണ്ട്, പല ചാനലിൽ പോയി ചെയ്തിട്ടുണ്ട്. നമ്മുടെ സ്വന്തം തറവാട്ടിൻ്റെ വരാന്തയിലിരുന്നു കൊണ്ട് വരാന്ത ടോക്സിൽ സംസാരിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു സന്തോഷമായ കാര്യമാണ്. നമ്മൾ ഈ 19-ാം തീയതി തൊട്ട് നമ്മുടെ ഈ ചാനലിൻ്റെ പ്രോഗ്രാം ആരംഭിക്കുകയാണ്. ഓൺ എയർ 19th. അതെങ്ങനെ ആരംഭിക്കണം എന്നുള്ളത് നമുക്കൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ ആലോചിച്ചപ്പോൾ എല്ലാ ഞായറാഴ്ചയും 10 തൊട്ട് 10:15 വരെ നമ്മുടെ ഒരു പ്രെയർ ഉണ്ട്. അപ്പോൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഇരിക്കുന്ന ആൾക്കാർ ഒരേ സമയത്തിരുന്ന് പഴനിമല മനസ്സിൽ ധ്യാനിച്ച്, മുരുകനെ മനസ്സിൽ ധ്യാനിച്ച് പ്രാർത്ഥിക്കുക. ആ ഒരു എനർജി, ഒരു കണക്ഷൻ. ഞാൻ ഒരുപാട് എനർജി പോയിന്റിലേക്ക് ഭഗവാൻ സഹായിച്ചിട്ട് യാത്ര ചെയ്തിട്ടുണ്ട്, ലോകത്തിലെ പല രാജ്യങ്ങളിലേക്ക്. എൻ്റെ തുടക്കത്തിൽ അതായിരുന്നു, എനർജി പോയിന്റിൽ പോയിട്ട് ആ എനർജി റിലീസ് ചെയ്യുക. അതാണ് കാരണം മുരുകത്തിന് വേണ്ടിയിട്ട് അതൊക്കെ സെറ്റ് ചെയ്യുക എന്നുള്ളൊരു ഇതാണ്. അതായത് ആക്ഷൻ തുടങ്ങണ മുമ്പുള്ള കാര്യങ്ങളായിരുന്നു. ഇപ്പം നമ്മൾ ആക്ഷനിലാണ്. ആക്ഷന് മുമ്പുള്ള കാര്യങ്ങൾ അതായിരുന്നു. ഈ എനർജിയൊക്കെ സ്ഥലങ്ങളിൽ ഓപ്പൺ ചെയ്യുന്ന ഒരു സമയമാണ് ആ ടൈം. അപ്പോൾ എല്ലാവരും ആ സമയത്ത് ഇരുന്ന എനർജി ഭയങ്കരമായിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ ചാനൽ ആരംഭിക്കുമ്പോൾ ഞായറാഴ്ച 19-ാം തീയതി കാലത്ത് 9:30 തൊട്ട് നമ്മൾ ലൈവ് തുടങ്ങും. 9:45 ഞാൻ കുറച്ച് നേരം സംസാരിച്ച് 10 മണിക്ക് നമ്മുടെ മെഡിറ്റേഷൻ, കണക്റ്റിംഗ് ടു സ്കന്ദലോക മെഡിറ്റേഷൻ ആരംഭിക്കും. അത് കഴിഞ്ഞാൽ വല്ലലാർ സിദ്ധരുടെ അനുഗ്രഹത്താൽ ലൈറ്റ് ബോഡി മെഡിറ്റേഷൻ. ഈ 2 മെഡിറ്റേഷനിലൂടെ നമ്മുടെ ചാനലിലെ തുടക്കം കുറിക്കാൻ പാടും. എനർജി, ലോകത്തുള്ള എല്ലാ എനർജി പോയിന്റുകളും ഓപ്പൺ ചെയ്യുന്ന സമയത്ത്, ലോകത്തുള്ള എല്ലാ ആൾക്കാരും ഒരേ മനസ്സോടുകൂടി മുരുകനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മുടെ ചാനൽ തുടങ്ങാൻ പോവാണ്. ഞാൻ നമ്മുടെ LMRKയ്ക്ക് എപ്പോഴും പറയേണ്ടായിരുന്നു, മുരുകഭക്തിയും ദേശീയതയും ആണ് കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത്. ദേശീയത കണക്ട് ചെയ്യുമ്പോൾ നമ്മുടെ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുക, അതാണ് നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി. രാജ്യത്തിന്, നമ്മുടെ ഭാരതത്തിന് ലോകത്തിലെ ഏറ്റവും മുമ്പിലെത്തുക ഭഗവാൻ സഹായിച്ചിട്ട് ഈ മുരുകയുഗത്തിൽ. അപ്പോൾ നമ്മൾ ചെയ്യുന്നതാണ് ആൾക്കാരുടെ പേഴ്സണൽ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത്. അത് ഞാൻ എപ്പോഴും പറയാൻ എൻ്റെ കഴിവുകൊണ്ടല്ല, ഭഗവാന്റെ മുമ്പിൽ അവരുടെ പ്രാർത്ഥന വെക്കുക. അത് ഭഗവാൻ സ്വീകരിച്ച് അവരുടെ ജീവിതത്തിൽ ഗുണപരമായ കാര്യങ്ങളുണ്ടാവും. അങ്ങനെ ഉണ്ടായിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അവരാണ് നമ്മുടെ കൂടെ LMRKയുടെ ഒപ്പം നിന്ന് നമ്മുടെ ഡ്യൂട്ടിക്ക് എല്ലാവിധ സഹായങ്ങളും ചെയ്ത് ഒപ്പം നിൽക്കുന്ന ആൾക്കാർ. അപ്പോൾ ഞാൻ ഈ നമ്മുടെ ഭാരതീയ കാര്യങ്ങളൊക്കെ പോകുമ്പോൾ ഓട്ടോമാറ്റിക് മറ്റൊരു സെക്കൻഡറി ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഞാൻ അവർക്കും കൂടി, അത് വ്യക്തിപരമായ അവർക്ക് അനുഗ്രഹങ്ങൾ കൂടി കിട്ടണം എന്നുള്ളൊരാഗ്രഹം മനസ്സിൽ കുറേ കാലമായിട്ടുണ്ടായിരുന്നു. നമ്മുടെ തിരക്കുകൊണ്ട് കൂടുതൽ അതിലേക്ക് കടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷേ നമ്മൾ ഈ ചാനൽ ആരംഭിക്കുമ്പോൾ എല്ലാ ഞായറാഴ്ചയും നമ്മൾ 10 മണിക്ക് ഈ പ്രോഗ്രാം കണ്ടിന്യൂ ചെയ്യാണ്. ഈ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പഴനിമല മനസ്സിൽ ധ്യാനിച്ച്, മുരുകനെ മനസ്സിൽ ധ്യാനിച്ച്, നിങ്ങളുടെ എന്ത് വിഷമകരമായ കാര്യങ്ങളും, അത് ചിലർക്ക് സാമ്പത്തികമാവാം, ചിലർക്ക് ജോലി കിട്ടേണ്ട കാര്യമാവാം, അസുഖങ്ങളാവാം, അങ്ങനെ ഒരു മനുഷ്യന് അവൻ്റെ ജീവിതത്തിൽ ഫേസ് ചെയ്യുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. അതെല്ലാം ആ സമയത്ത് ഭഗവാന്റെ പാദത്തിൽ സമർപ്പിച്ച് ആ മെഡിറ്റേഷനിൽ പങ്കെടുക്കുക. 3 മെഡിറ്റേഷൻ കണ്ടിന്യൂ ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിൽ അതിന് ശേഷം എത്ര നല്ലതായ കാര്യങ്ങൾ നടന്നു എന്ന് നിങ്ങളുടെ പ്രാർത്ഥന
ഭഗവാന്റെ അനുഗ്രഹത്തിൽ എത്രത്തോളം കാര്യമായിട്ട് നടക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. കാരണം ആ സമയത്ത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഏറ്റവും ശക്തമായിരുന്നു പ്രാർത്ഥിക്കാൻ പോവാണ്. അപ്പം നിങ്ങൾ ആ സമയത്ത് ഏറ്റവും തീവ്രതയോടുകൂടി നിങ്ങളുടെ കാര്യങ്ങൾ ഭഗവാന്റെ പാദത്തിന് മുമ്പിൽ സമർപ്പിക്കുക എന്നുള്ള ഏറ്റവും വലിയ അവസരമാണ് നമ്മളെല്ലാ ഞായറാഴ്ചയും സല്യൂട്ട് ഭാരതിലൂടെ നടത്തുന്ന മെഡിറ്റേഷൻ, കണക്റ്റഡ് ടു സ്കന്ദലോക മെഡിറ്റേഷനും ലൈറ്റ് ബോഡി മെഡിറ്റേഷൻ. നിങ്ങളുടെ ഭൗതികപരമായ കാര്യങ്ങൾക്കും ആത്മീയ കാര്യങ്ങൾക്കും നിങ്ങൾക്കുള്ള ഉത്തരം ഈ മെഡിറ്റേഷനിലൂടെ ഭഗവാന്റെ അനുഗ്രഹത്താൽ നിങ്ങൾക്ക് കിട്ടും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങളെല്ലാ ഞായറാഴ്ചകളും അറ്റൻഡ് ചെയ്യുക. അതിൻ്റെ തുടക്കം ഈ ഞായറാഴ്ച 19-ാം തീയതി ആരംഭിക്കുകയാണ് നമ്മുടെ ചാനലിലൂടെ. ഒന്നുകൂടി ഞാൻ പറയാം, 3 ആഴ്ച കഴിഞ്ഞ ശേഷം നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം നടന്നു എന്നുള്ളത് ഭഗവാന്റെ മുമ്പിൽ പ്രാർത്ഥിച്ചുകൊണ്ട് പറയുക. ഫീഡ്ബാക്ക് എനിക്ക് തരികയും ചെയ്യുക. എല്ലാ ഞായറാഴ്ചകളിലും ഇത് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുക. ആ ഒരൊറ്റ കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ലൈവ് പരിപാടിയിലേക്ക് തുടങ്ങാം, നമ്മുടെ ചാനലിലൂടെ ചെയ്യാം എന്ന് വിചാരിക്കുന്നത്. കാരണം നിങ്ങളുടെ ജീവിതത്തിൽ ഭഗവാന്റെ അനുഗ്രഹം കിട്ടുക എന്നുള്ളത് എനിക്കും സന്തോഷകരമായ കാര്യമാണ്. കാരണം നിങ്ങളും എൻ്റെ കൂടെ ഭഗവാന്റെ ഡ്യൂട്ടിക്ക് തോളോട് തോൾ ചേർന്ന് നിൽക്കുന്നവരാണ്. ആ സന്തോഷത്തോടുകൂടി നമ്മൾ ആരംഭിക്കുകയാണ് 19-ാം തീയതി. അതെ, അപ്പോൾ ചാനലിലേക്ക് നമ്മൾ എത്തി. നമ്മുടെ ഒരു നിയോഗം പോലെ, അല്ലെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹം പോലെ, അല്ലെങ്കിൽ പ്രാർത്ഥന പോലെ നമ്മൾ എത്തി. ഇനി അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ്, എല്ലാവർക്കും ചോദിക്കാനുള്ളൊരു ചോദ്യമാണ്. സിക്കിമിൽ നടക്കുന്ന മെയ് 1 നടക്കുന്ന അഗ്നിയാഗം. ഈ അഗ്നിയാഗത്തിലൂടെ ലോകത്തിൻ്റെ പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രങ്ങൾ, എക്സ്പെഷ്യലി നമ്മുടെ ഭാരതം, അതിലുണ്ടാവുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് അങ്ങേക്കൊന്ന് പറഞ്ഞു കൊടുക്കാമോ? അതിനു മുമ്പ് നമ്മുടെ ചാനലിനെ കുറിച്ച് കുറച്ചും കൂടി പറയാണ്ട്. നമ്മുടെ ചാനലിൽ 2 സ്റ്റുഡിയോ ഉള്ളത്. തൃശ്ശൂർ വളരെ പ്രധാനപ്പെട്ട മെയിൻ സ്റ്റുഡിയോ. ഇവിടുന്നാണ് എല്ലാ പ്രോഗ്രാമും എഡിറ്റിംഗ് ടേബിളിലൂടെ എല്ലാവരുടെ മുമ്പിൽ എത്തിച്ചേരുന്നത്, ലോകത്തിന് മുമ്പിൽ എത്തിച്ചേരുന്നത്. 2ാമത്തെ സ്റ്റുഡിയോ നമ്മൾ തിരുവനന്തപുരത്ത്, അത് സബ് സ്റ്റുഡിയോ ആണ്. അവിടെ പ്രത്യേകിച്ച് ഇന്റർവ്യൂസ് കാര്യങ്ങളാണ് നടക്കുക. അവിടുന്ന് ഇവിടേക്കാണ് തൃശ്ശൂർക്ക് അയച്ചിട്ടാണ് അത് നമ്മൾ ഇത് ചെയ്യുന്നത്, ലൈവ് ചെയ്യുന്നത്. അപ്പോൾ 2 സ്റ്റുഡിയോ നമുക്ക് ഒരേ സമയം വരാൻ പോകണം. ആ ചാനലിന്റെ പേരും നമ്മുടെ പ്രവൃത്തിയായിട്ട് വളരെ യോജിച്ചാണ്, സല്യൂട്ട് ഭാരത്. നമ്മൾ ഈ ചാനലിൽ എന്ത് പ്രോഗ്രാം ചെയ്യുമ്പോഴും അതാണ് നമ്മൾ നമസ്കാരങ്ങൾക്ക് പകരം നമസ്കാരങ്ങൾക്ക് ഒരു സല്യൂട്ടാണ് നമ്മൾ, ആദരവാണ്. അപ്പൊ അതിലൂടെയാണ് നമ്മൾ അത് ആരംഭിക്കുന്നത്. ഇവിടുന്ന് ഒരുപാട് പ്രധാനപ്പെട്ട പരിപാടികൾ നടക്കാൻ വേണ്ടി, സയൻസായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങൾ, നമ്മുടെ നാഷണൽ പ്രൈഡ്, നമ്മുടെ രാജ്യത്തിനെ കുറിച്ച് അഭിമാനിക്കുന്ന വാർത്തകൾ. പലരും നമുക്കൊരു ഇതുണ്ട്, നമ്മുടെ രാജ്യത്ത് എന്തെങ്കിലും വളരെ വേറെ രാജ്യങ്ങളിലൊന്നും ഇല്ലാത്തൊരു സംഭവം. നമ്മുടെ നാട്ടിലൊക്കെ രാജ്യം നല്ലത് നടന്നു കഴിഞ്ഞാൽ ആരും ഒന്നും കാണാത്ത പോലെ കുറെ പേര് നിൽക്കും. എന്തെങ്കിലും വേറെ പൊട്ടെന്തെങ്കിലും അത് വിളിച്ചു പറയും. പക്ഷെ നല്ലത് നടക്കുമ്പോൾ നമ്മൾ അഭിമാനിക്കാന്നുള്ളൊരു മാനസികാവസ്ഥ. ഇപ്പൊ നമ്മുടെ എല്ലമാർക്ക് എപ്പോഴും പറയുന്ന ഒരു കാര്യം സമൂഹത്തിൽ വളരെയധികം ഗുണകരമുണ്ട്. ഞാൻ രാജ്യസ്നേഹിക്കാന്ന് വിളിച്ച് പറയാനും സ്നേഹിക്കാൻ ഒരുപാട് പേര് ഉണ്ട് ഇപ്പോൾ. അവരൊക്കെയാണ് നമ്മുടെ ബലം. ആ രാഷ്ട്രത്തിന് അഭിമാനിക്കാവുന്ന വാർത്തകൾ ഇതിലുണ്ടാവും. സയൻസിന്റെ ഉള്ളറകൾക്ക് പോകുന്ന കാര്യങ്ങളുണ്ടാവും. നമ്മുടെ രാഷ്ട്ര മഹാരഥന്മാരെ, ചാണക്യനെ, സുഭാഷ് ചന്ദ്രബോസിന്റെ ജീവിത ചരിത്രം ഉണ്ടാവും. അത്തരം നമ്മളെ വരും തലമുറകൾക്ക് നിങ്ങൾ പഠിച്ച ചരിത്രം ഇതല്ല, ഇതും കൂടി ഉണ്ട് എന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു അതർ സൈഡ് നമ്മൾ കാണിച്ചു കൊടുക്കും. അത്ര ഒരുപാട് പ്രോഗ്രാം ഉണ്ട്. നമ്മൾ 18 സിദ്ധന്മാരെ കുറിച്ചിട്ടുള്ള നമ്മള്, കാരണം കേരളത്തില് സിദ്ധന്മാരെ കുറിച്ച് അധികം അറിയില്ല. തമിഴ്നാട്ടുകാരുടെ ജീവിതമാണ് അവരുടെ സിദ്ധന്മാരുടെ ജീവിതം, അവരുടെ ജീവിതത്തിന്റെ ഭാഗം. അത് നമ്മൾ ഇവിടുത്തെ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുന്ന പ്രോഗ്രാം ഉണ്ടാവും. അതോടൊപ്പം ഞാൻ സഞ്ചരിച്ച വഴികളിൽ ഞാൻ സ്പിരിച്വൽ ആളാണ്. അതെ, ഞാനൊരു മുരുകഭക്തനാണ്, സ്പിരിച്വൽ ആളാണ്, ഒപ്പം ഒരു യാത്രികനും കൂടിയാണ്. അതേപോലെ നമ്മുടെ ഒരു വളരെ പ്രധാനപ്പെട്ട വേറൊരു പരിപാടിയാണ്, പ്രോഗ്രാമിന്റെ പേര് ക്യാപ്റ്റൻ കണ്ട ലോകം എന്നാണ്. അത് നമ്മുടെ നിങ്ങളെ കിട്ട പേരാണ്. പക്ഷെ അത് എന്താ പറയാ, എൻ്റെ യാത്ര എനിക്കുണ്ടായ അനുഭവങ്ങളാണ് അതില്. ഞാനൊരു സ്പിരിച്വൽ വ്യക്തിയാണ്, മുരുകഭക്തരാണ്, ഒപ്പം ഞാൻ ഒരു യാത്രികനും കൂടിയാണ്. യാത്രനെ ഇഷ്ടപ്പെടുന്ന ആളാണ്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ അത് അങ്ങനെ അതിലേക്ക് വന്നത്. കുറെ
നമുക്ക് യാത്രികരുടെ കുറച്ച് കാര്യങ്ങൾ കുറേ അനുഭവങ്ങൾ ഉണ്ടാവും, തീർച്ചയായും. സ്പിരിച്വൽ ആയിട്ടുണ്ടാവും, അല്ലാത്ത രീതിയിലുണ്ടാവും. തീർച്ചയായും. ഞങ്ങൾക്ക് പ്രേക്ഷകർക്ക് അത് കാണണമെന്നുണ്ട്, അതുകൊണ്ടാണ് ക്യാപ്റ്റൻ കണ്ട ലോകം. അത് ഞാൻ എപ്പോഴും പറയാറുണ്ട്, സാധാരണ സ്പിരിച്വൽ ലീഡേഴ്സ് യാത്ര ചെയ്യുമ്പോൾ ഒരു സന്യാസി മഠങ്ങളിലേക്കും അമ്പലങ്ങളിലേക്കും യാത്ര ചെയ്യുക. പക്ഷെ ഭഗവാനെ കൊണ്ടുപോകണത് പർവ്വതത്തിന്റെ മേലേക്ക്, കാടിന്റെ ഉള്ളിലേക്ക്, ഗുഹയ്ക്ക്, കടലിലേക്ക്, എനർജി പോയിന്റുകൾ. അപ്പൊ നമ്മൾ സഞ്ചരിക്കുന്നത് ടോട്ടൽ ഡിഫറെന്റാ. ബാക്കിയുള്ള സ്പിരിച്വൽ ലീഡർമാർ സഞ്ചരിക്കുന്നത് ടോട്ടൽ ഡിഫറെന്റ് ആയിട്ടുള്ള വ്യത്യസ്തത ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ രീതികളും വ്യത്യസ്തമാണ്. ഞാൻ ഏതൊരു നാട്ടിൽ പോകുമ്പോൾ ആ നാടിന്റെ എല്ലാം അറിയാൻ ശ്രമിക്കാറുണ്ട്. അവിടുത്തെ സംസ്കാരം, ചരിത്രം, അവിടുത്തെ ജനങ്ങളുടെ ജീവിത രീതി, അവരെങ്ങനെ പ്രതികരിക്കുന്ന ആൾക്കാരാണ്, അവരുടെ ഭക്ഷണം, ഇതിന്റെ അങ്ങനെ ഞാനത് ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ അതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെന്ന് അതും കൂടി ആസ്വദിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു യാത്രികന്റെ മനസ്സുണ്ട് എനിക്ക്. അപ്പൊ ഭഗവാൻ എവിടെയൊക്കെ കഴിക്കുമ്പോൾ അതും കൂടി ഞാൻ ആസ്വദിക്കാറുണ്ട്. ഈ ആസ്വദിക്കുമ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അതിനെക്കുറിച്ച് പഠിക്കും. ഒരു അവിടേക്ക് ഇറങ്ങണ മുമ്പ് അവരുടെ ചരിത്രം പഠിക്കും, സാംസ്കാരിക കാര്യങ്ങൾ പഠിക്കും. മൊത്തം പഠിച്ചിട്ടാണ് ഞാൻ അവിടേക്ക് യാത്ര ചെയ്യുക. അതെ, തീർച്ചയായും. അത് അങ്ങനെ യാത്ര ചെയ്യുന്ന ആളാണ്. അപ്പൊ എന്റെ സ്പിരിച്വൽ യാത്രയുടെ കൂടെ ഒരു യാത്രികന്റെ മനസ്സും കൂടി ഉള്ളത് കൊണ്ട് ഞാനിതൊക്കെ ഒപ്പിയെടുക്കാറുണ്ട്. അപ്പൊ ഒരുപാട് അനുഭവങ്ങൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അത് പറയാറുണ്ട്, ഞാൻ എഴുതിയിട്ടുണ്ട് പുസ്തകത്തിൽ, പറയാനുണ്ട്. അത് പറയാനുള്ള കാര്യങ്ങളാണ് നമ്മൾ ആ പ്രോഗ്രാമിലൂടെ പറയുന്നത്. ഞാൻ സഞ്ചരിച്ച വഴിയിലൂടെ എനിക്കുണ്ടായ അനുഭവങ്ങൾ, കണ്ടുമുട്ടിയ ആൾക്കാർ, അവിടുത്തെ ചരിത്രം, അവിടുത്തെ സംസ്കാരം, അത് സ്പിരിച്വൽ അല്ല ഞാൻ പറയാൻ പോണത്. ആ പ്രോഗ്രാമിൽ ഒരു യാത്രികന്റെ അനുഭവങ്ങളാണ് ഞാൻ അവിടെ പറയുന്നത്. അപ്പോൾ ഭഗവാൻ സഞ്ചരിച്ച വഴിയിലൂടെ ഉണ്ടായ വേറൊരു കാഴ്ച. നമ്മൾ സ്പിരിച്വൽ കാഴ്ചയ്ക്ക് അല്ലാണ്ട് വേറൊരു കാഴ്ച. ആ കാഴ്ചയാണ് ആ പ്രോഗ്രാമിലൂടെ പറയാൻ പോകുന്നത്. കാരണം യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് ഒരുവിധ ആൾക്കാർ. ഇപ്പൊ ഒരുപാട് പേര് അത്ര യാത്രകൾക്ക് ഇറങ്ങി പുറപ്പെടുന്നുണ്ട്. അപ്പോൾ ആ ഒരു മേഖലയിലേക്കും കൂടി നമ്മൾ സല്യൂട്ട് ഭാരത് ഒരു വഴി തുറക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ ന്യൂസുകളാണ്. അത് നമ്മൾ ഡെയിലി ന്യൂസ് അനലൈസിങ്, ജിയോ പൊളിറ്റിക്സ് ഉണ്ട്, കേരള പൊളിറ്റിക്സ്, ഇന്ത്യൻ പൊളിറ്റിക്സ്, അതിന് ന്യൂസ് അനലൈസ് വീഡിയോസ് ആണ്. ആ ഒരു കാര്യങ്ങളിലൂടെ പോകുന്നുണ്ട്. പിന്നെ ന്യൂസിൽ തന്നെ ഇപ്പോൾ നമ്മുടെ ചാനലിൻ്റെ ബാക്കിൽ എന്താ പറയുക, മനീഷിനെ പോലുള്ള, പിന്നെ ജയകൃഷ്ണൻ പോലുള്ള യുവാക്കളാണ്, വളരെ ചെറുപ്പം ആൾക്കാരാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഒരു കാഴ്ചയുണ്ട് അതിന്. ഇപ്പൊ നമ്മൾ ചാനൽ തുടങ്ങുമ്പോൾ നമ്മൾ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്, ഒരുപാട് ഡിസ്കഷൻ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാവണം ചാനലിലെ കാഴ്ചകൾ, ചാനൽ എങ്ങനെ വിലയിരുത്തിപ്പെടണം, നമ്മൾ അങ്ങനെ തന്നെയാണ് ഇതിനെ രൂപപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ സ്റ്റുഡിയോയുടെ ബാക്ക് സൈഡ് ഇത് എങ്ങനെ ഉണ്ടാവണം, എല്ലാ മഹാരഥന്മാരും അതെ, നമ്മളെ ചുമലിലാവുമ്പോൾ നമ്മളായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന, രാഷ്ട്രത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന, അങ്ങനെ ഒരുപാട് മഹാരഥന്മാരുടെ ഫോട്ടോകൾ. അതായത് ഒരു എന്താവണം ഒരു സ്റ്റുഡിയോ, ഏത് രീതിയിലാവണം തൊട്ട് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ മനീഷും ജയകൃഷ്ണൻ എന്നിട്ട് ഒരുപാട് നമ്മുടെ ഭരണഘടന അല്ലെങ്കിൽ നമ്മുടെ ജനാധിപത്യത്തിന്റെ എല്ലാത്തിന്റെ ഒരു സ്തംഭമാണല്ലോ മീഡിയ എന്ന് പറയുന്ന സംഭവം. അതിന്റെ മൂല്യങ്ങളെല്ലാം കൂടെ പിടിച്ചോണ്ടാണ് നമ്മൾ തീർച്ചയായും അതിനൊരു പുതിയൊരു കാഴ്ച യൂട്യൂബിലൊരു പുതിയ കാഴ്ച. ആ കാഴ്ച എങ്ങനെയാവണമെന്നാണ് നമ്മുടെ ഡിസ്കഷൻ ഉണ്ടായിരുന്നത്. അപ്പൊ നിങ്ങളെ പോലുള്ള യുവാക്കള്, മനീഷ ആയാലും ജയകൃഷ്ണ ആയാലും, നിങ്ങളുടെ ഒരു കാഴ്ചപ്പാടുകളും അതിന്റെ രീതികളൊക്കെ നമ്മൾ ഇതില് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഫ്രീഡം തന്നിട്ടുണ്ട്. ഒരുപാട് നമ്മൾ ഡിസ്കഷൻ നടത്തി ആ ഫ്രീഡത്തോട് നമ്മൾ ഇറങ്ങിയിരിക്കണം. അപ്പൊ ആ ന്യൂസിൽ എങ്ങനെ ഒരു പുതുമ കൊണ്ടുവരണം, ആ പുതുമ കൊണ്ടുവരുന്ന 2-3 പരിപാടികൾ നിങ്ങളത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സ്ട്രൈറ്റ് ലൈൻ, പിന്നെ ഫോക്കസ് ചായക്കട, അങ്ങനെയുള്ള ഏതാണ് ശരി, ഇതൊക്കെ നിങ്ങളുടെ ഒരു വിഷനാണ് അതിൽ വരാൻ. നമ്മളൊരു സിനിമാറ്റിക് ലൈൻ തന്നെയാണ് പിടിക്കാൻ പോകുന്നത്. അതെ, ആ ചർച്ചകൾ. പിന്നെ നോർമൽ ചർച്ചകൾ വേറെയുണ്ട്, ഡിസ്കഷൻ വേറെയുണ്ട്. TV ചർച്ചകളിലൊക്കെ വരുന്ന വളരെ പ്രധാനപ്പെട്ട ആൾക്കാരൊക്കെ നമ്മളോട് സഹകരിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഓൾറെഡി കുറെ ഗസ്റ്റുകളുടെ ഇന്റർവ്യൂസ് എടുത്തു കഴിഞ്ഞു. ഗുരുമൂർത്തി, രാമാനന്ദൻ, മധുസൂദനൻ, ജ്ഞാനന്ദ സ്വാമികൾ വരുന്നു, ജയരാജമിത്ര വരുന്നു. അങ്ങനെ നമ്മളൊരു ശരത് ഹരിദാസ് വരുന്നുണ്ട്, ശരത്ജി വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പേരുടെ പ്രധാനപ്പെട്ട ആൾക്കാരെ ഇന്റർവ്യൂസ് നമ്മൾ
ഓൾറെഡി എടുത്തോണ്ടിരിക്കുന്നു. ഇവരൊക്കെ നമ്മളോട് സഹകരിക്കാൻ തയ്യാറാണ് സന്തോഷത്തോടു കൂടി. അതേമാതിരി ഇനി യൂട്യൂബിലത്തെ പ്രധാന നടത്തുന്ന ആൾക്കാർ നമ്മുടെ സൂര്യലേട്ടനെ അല്ലെങ്കിൽ അങ്ങനെ പ്രധാനപ്പെട്ട ആൾക്കാർ ആ ഒരു സൈഡ് അവരുടെയൊക്കെ നമ്മൾ ഇതെടുക്കാൻ പോകുന്നുണ്ട്. ഇവരൊക്കെ നമ്മളോട് സ്നേഹത്തോടു കൂടി ഞങ്ങളും നിങ്ങളുടെ കൂടെ സഹകരിക്കാറ്. അതേപോലെ TV ചർച്ചകളിൽ വരുന്ന പലരും നമ്മളോട് സഹകരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം എല്ലാവർക്കും ഒരു വിശ്വാസത്തിന്റെ പ്രതീകം കൂടിയാണ്. അപ്പൊ അതുകൊണ്ടാണ് അവരൊക്കെ നമ്മളോട് പറയുന്നില്ല. നമ്മുടെ ജീവിത ദർശനങ്ങളായാലും അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവങ്ങളായാലും ഇതുവരെ തെറ്റിയിട്ടില്ല. അല്ല അത് ഇത് ഞാനൊരു എപ്പോഴും പറയുള്ളൂ, നമ്മുടെ മുമ്പിൽ നിന്ന് ചെയ്യണമെന്നുള്ളൂ. തീരുമാനം, ഐഡിയ, ഡയറക്ഷൻ ഒക്കെ അദ്ദേഹത്തിന്റെ എനർജിയാണ് ഇതിൽ വെക്കണത്. അപ്പൊ അത് അതിന്റെ പവർ ഉണ്ടാവും എപ്പോഴും. അത് എന്റെ കഴിവുകൊണ്ടല്ല അത്. അപ്പൊ ആ ഒരു വിശ്വാസ്യതയുണ്ട്, ആ സീലിലൊരു വിശ്വാസ്യതയുണ്ട്, മുരുകന്റെ സീലാണെന്നുള്ളത്. അതുകൊണ്ടാണ് ആൾക്കാർ സഹിക്കുക. അപ്പൊ അത്രയും വലിയൊരു ഇതോടുകൂടിയാണ് നമ്മൾ 19-ാം തീയതി ആരംഭിക്കുന്നത്. പിന്നെ അതിന്റെ ഒരു ഉദ്ഘാടനം എന്നുള്ളൊരു ഇത് നമ്മൾ തീരുമാനിച്ചു. അപ്പൊ ഞാൻ അതിലൊരു കാര്യം പറയാനുള്ളത്, ഞാൻ ഒരു വീഡിയോയിൽ 10-ാം തീയതി എന്ന് പറഞ്ഞു, അതിന് ചെറിയ ചേഞ്ച് വരുന്നുണ്ട്. മെയ് 1-നാണ് നമ്മുടെ ഉദ്ഘാടനം സിക്കിമിൽ വെച്ചിട്ട് യാഗത്തിനോട് ചെയ്ത് അന്ന് വൈകിട്ട് നമ്മളൊരു മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട്. അപ്പൊ 3 ചാനൽ നമ്മൾ ചെയ്യുന്നുണ്ട്, മലയാളം, തമിഴ്, ഇംഗ്ലീഷ്. അപ്പൊ ആ 3 ചാനലിലെയും ഉദ്ഘാടനം ആ മെയ് 1 എന്ന് പറഞ്ഞാൽ നമ്മുടെ അഗ്നിമഹായാഗം നടക്കുന്ന വളരെ പ്രധാനപ്പെട്ട ദിവസമാണ്. ഷിഫ്റ്റ് വരാൻ പോവാണ്. വളരെ പ്രധാനപ്പെട്ട ദിവസമാണ്. സിക്കിം എന്ന് പറഞ്ഞ ഭാരതത്തിന്റെ ആത്മാവിന്റെ അഗ്നി എരിയുന്ന സ്ഥലമാണ്. അപ്പൊ അത്രയും പ്രധാനപ്പെട്ട സ്ഥലത്തിരുന്നുകൊണ്ട് അഗ്നിമഹായാഗം നടക്കുന്ന സമയത്ത് നമ്മുടെ 3 ചാനലിന്റെ ഉദ്ഘാടനം അത് മെയ് 1 എന്നുള്ളത് നമ്മളെ 9ാമത്തെ LMRKയുടെ വാർഷികത്തിനും കൂടിയാണ്. 2017 മെയ് 1 ഷഷ്ടി ദിവസം പഴനിയിൽ ആരംഭിച്ചതാണ്. ഈ യാത്ര തുടങ്ങിയിട്ട് 9 വർഷമാണ് മെയ് 1. ആ 9ാമത്തെ വർഷം നമുക്കൊരു ചാനൽ വരികയാണ്. ഇതിലും നല്ലൊരു ദിവസം നമുക്ക് ഉദ്ഘാടനത്തിന് കിട്ടില്ല, ദിവസം കിട്ടില്ല. കാരണം 9ാമത്തെ വാർഷികത്തിന് അന്ന്, അതായത് ഞാൻ ഒറ്റയ്ക്ക് തുടങ്ങിയ ഒരു യാത്ര 2017 മെയ് 1 പഴനിയിൽ ആരംഭിച്ച് കുറച്ച് ആൾക്കാരെ കൂട്ടിച്ചേർത്ത് തുടങ്ങി 9 വർഷമാകുമ്പോൾ LMRKക്ക് വലിയൊരു ന്യൂസ് ചാനൽ വരികയാണ്. അപ്പൊ ആ ദിവസം തന്നെ അതിന്റെ ഏറ്റവും പവറാണ്. ആ ദിവസം അത് എവിടെ നിൽക്കണു, അഗ്നി എന്നുള്ള ഭാരതത്തിന് ആത്മാവിനുള്ള അത് നിൽക്കുന്ന യതികൾ കാവൽ നിൽക്കുന്ന സിക്കിമിൽ വെച്ച് സുഭാഷ് ചന്ദ്രബോസുമായിട്ട് ബന്ധപ്പെട്ട കാഞ്ചൻജംഗ മൗണ്ടന്റെ ആ പർവ്വതത്തിന്റെ അടിവാരത്തിരുന്നു കൊണ്ട് അഗ്നിമഹായാഗം എന്ന് പറഞ്ഞാൽ അതിബൃഹത്തായ ഭാരതത്തിന് വേണ്ടി നടത്തുന്ന യാഗത്തിന്റെ സമയത്ത് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അതിലും വലിയ പവറും ഇല്ലല്ലോ. അന്ന് ഉദ്ഘാടനം ചെയ്യാം എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. കാരണം അന്ന് വൈകിട്ട് 5 മണിക്കാണ് നമ്മുടെ പ്രോഗ്രാം, മെയ് 1 അഗ്നി. ആ അഗ്നിയാഗത്തിന് നമ്മൾ ചെയ്യാൻ പോണത് ഫസ്റ്റ് ചാനലിന്റെ ഉദ്ഘാടനം, 3 ചാനലിന്റെ ഉദ്ഘാടനം. അതിലും നമ്മുടെ സല്യൂട്ട് ഭാരത് മലയാളത്തിന്റെ പേര് നമ്മൾ പ്രഖ്യാപിച്ചിട്ടുള്ളൂ. തമിഴിന്റെയും ഇംഗ്ലീഷിന്റെ പേര് 19-ാം തീയതി നമ്മൾ പ്രഖ്യാപിക്കും. മെയ് 1 ഈ 3 ചാനലിലെയും കൂടി ഉദ്ഘാടനം അവിടെ വെച്ച് ചെയ്യും 5 മണിക്ക്, വൈകിട്ട് 5 മണിക്ക്. ഒപ്പം നമ്മൾ ലൈറ്റ് ബോഡി മെഡിറ്റേഷനും കണക്റ്റഡ് സ്കന്ദലോക മെഡിറ്റേഷനും ഉണ്ടാവും. ഒപ്പം അഗ്നിമഹായാഗം ഇതെല്ലാം ലൈവായിട്ട് നമ്മുടെ സല്യൂട്ട് ഭാരത് ചാനലിൽ ഉണ്ടായിരിക്കുന്നതാണ്. അന്നാണ് അത് നടത്തുന്നത്. ഒപ്പം നമ്മൾ മെയ് 10 ഒരു പരിപാടി നടത്താൻ ഗുരുവായൂർ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു, ആ ഒരു ഉദ്ഘാടനം നടത്താൻ. അപ്പൊ ഇപ്പൊ കാലത്താണ് ഞാൻ അറിഞ്ഞത് മെയ് 16-ാം തീയതി ബോഗർ ജയന്തിയാണ്. അതായത് മെയ് 16-ാം തീയതി പഴനിയില് മുരുകന്റെ വിഗ്രഹം വെച്ച് ബോഗർനാഥ ജയന്തിയാണ്. അപ്പൊ അന്ന് എന്തെങ്കിലും ഒരു പ്രോഗ്രാം വെക്കാം. കാരണം അപ്പൊ 10 ഒഴിവാക്കിയിട്ട് 16-ാം തീയതി അതിലൊരു പ്രോഗ്രാം വെക്കാം. 18 സിദ്ധന്മാർക്കൊരു പൂജ വെച്ച് നമ്മുടെ ചാനലിന്റെ അതിൻ്റെ ഉള്ളിൽ 1 ലക്ഷം എത്തണം എന്നാണ് എൻ്റെ ആഗ്രഹം, സബ്സ്ക്രൈബേഴ്സ്. അപ്പൊ തമിഴ് ചാനൽ, അതെ, തമിഴ് ചാനലിലെ ലൈവ് പ്രക്ഷേപണം അന്നോട്ട് ആരംഭിക്കുക. 18 സിദ്ധന്മാരെ പൂജിച്ച് ചെയ്ത് ബോഗർ ജയന്തിയുടെ അന്ന് തമിഴ് ചാനലിലെ പ്രക്ഷേപണം അന്നോട്ട് ആരംഭിച്ച് ഒരു പ്രോഗ്രാമായിട്ട് ഒരു മെഡിറ്റേഷനും 18 സിദ്ധന്മാരെ പൂജിക്കുന്ന ഒരു പൂജ വെച്ച് ചെയ്യണം എന്നുള്ള അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് പിന്നെ 19-ാം തീയതി ആകുമ്പോഴേക്കും നമുക്ക് 19-ാം തീയതി പറയാം. ഡീറ്റെയിൽ നമ്മുടെ ചാനലിലൂടെ പറയാം. ഇപ്പൊ മെയ് 1 നമ്മുടെ ചാനലിന്റെ 3 ചാനലിന്റെ ഉദ്ഘാടനം സിക്കിം എന്ന ആ സ്ഥലത്ത് വെച്ച് നമ്മൾ അധ്യായത്തിനൊപ്പം നിർവഹിക്കാൻ പോകണം. അപ്പോൾ ആ ഒരു പവർ, ആ ഒരു എനർജി നമ്മുടെ ചാനലിന് മുന്നോട്ട് വ്യവസായിച്ചിട്ട് ഉണ്ടാവും, സംരക്ഷണം ഉണ്ടാവും. അപ്പോൾ മെയ് 1 നമ്മുടെ ചാനലിന്റെ ഉദ്ഘാടനം, ഏപ്രിൽ 19 ഓൺ എയർ പ്രോഗ്രാം ഉണ്ടാവും.
ഏപ്രിൽ 19 മെയ് 1 ഡേറ്റുകളൊക്കെ കൂടി ആരംഭിക്കും. ഏപ്രിൽ 19 9:30 നമ്മുടെ ലൈവ് ആരംഭിക്കും. 10 മണിക്ക് മെഡിറ്റേഷൻ. മെയ് 1 5 മണിക്ക് യാഗത്തിൻ്റെ കാര്യത്തിന് മുമ്പ് നമ്മുടെ ചാനലിൽ ഉദ്ഘാടനം മെഡിറ്റേഷനും. മെയ് 16 ഭോഗർ ജയന്തിക്ക് അന്ന് 18 സിദ്ധമാരുടെ പൂജയുടെ ഡീറ്റെയിൽസ് എന്തെങ്കിലും പ്രോഗ്രാം വെക്കാൻ ഒരു ഐഡിയ ഉണ്ട് ഭഗവാൻ സഹായിച്ചത്. അത് വീണ്ടും നമ്മൾ 19 ആകുമ്പോഴേക്കും അറിയിക്കുന്നതാണ്. ഈ ദിവസങ്ങളും മറക്കരുത്. ഞാനും നിങ്ങളും കൂടിയിട്ടാണ് ഈ ചാനലിൽ മുന്നോട്ട് നയിക്കുന്നത്. നമ്മളെ സഹായിക്കാനും സംരക്ഷിക്കാനും മുരുകുവാനുണ്ട്. ഏറ്റവും പവർഫുള്ളായിട്ട് ചാനൽ മുന്നോട്ട് പോകാം. നിങ്ങളെല്ലാവരും എൻ്റെ ഒപ്പം നിന്നിട്ടാണ് ഈ ചാനൽ എത്തിയിരിക്കുന്നത്. എൻ്റെ പഴയനാട് മുരുകൻ്റെ ഡ്യൂട്ടിയിലേക്കൊക്കെ നിങ്ങളുടെ സഹായത്തോടു കൂടി നിൽക്കുന്നത്. ആ സഹായം എപ്പോഴും എനിക്കും പ്രസ്ഥാനത്തിനും ഉണ്ടാവണം. കാരണം നമ്മൾ ഒരുമിച്ചാണ് ഈ ദൗത്യം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നമ്മുടെ രാജ്യത്തിന് വേണ്ടി, നമ്മുടെ സംസ്കാരത്തിന് വേണ്ടി, നമുക്ക് വേണ്ടി എന്ന് പറയുമ്പോൾ മൃഗപ്പടയാളികളായ നമുക്ക് വേണ്ടി ഭഗവാന്റെ ഡ്യൂട്ടി നിർവഹിക്കുക എന്നുള്ള ചാരിതാർത്ഥ്യത്തോടു കൂടി നമ്മൾ മുന്നോട്ട് നമ്മുടെ രാജ്യത്തിന് വേണ്ടി മറക്കരുത്. എപ്പോഴും നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവുന്ന ഒരു കാര്യമാണ് സല്യൂട്ട് ഭാരത്. പക്ഷെ കടലിൽ കുറെ എത്തിയപ്പോൾ കാറ്റും കോളും കാരണം അവർക്ക് മുന്നോട്ട് നീങ്ങാൻ പറ്റില്ല. ജീവൻ വരെ അപകടത്തിൽ വരാൻ അവസ്ഥ. ഈ അടുത്ത ആൻഡമാനില് വലിയൊരു ഓയിൽ നിക്ഷേപം കണ്ടുപിടിച്ചു. അവർ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത്. അതിനുവേണ്ടി എത്രയോ കോടിക്കണക്കിന് പണങ്ങൾ അവർ ചെലവാക്കുന്നുണ്ട്. വിജയിച്ചിട്ടില്ല. പക്ഷെ നമ്മൾ വിജയിച്ചു. ഭാരതത്തിനെ തകർക്കാൻ എല്ലാവിധ ശ്രമങ്ങളും പലരും ചെയ്യും. ഭഗവാൻ നമ്മളെ കൂടി ഒരു ഡ്യൂട്ടി ചെയ്യിക്കുമ്പോൾ അതിലൊരു 10 തരം അപ്പുറത്ത് നടക്കണ്ടാവും. ഈ ഒരു കാര്യം കണ്ടുപിടിക്കുന്ന 2ാമത്തെ രാജ്യമായി നമ്മുടെ പ്രധാനപ്പെട്ട ആൾക്കാരെ വധിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാവാം. ഇപ്പൊ ഓയിൽ വെച്ച് പലരും കളിക്കുമ്പോൾ നാളെ ഞങ്ങൾ ചില കാര്യങ്ങളെ കൊച്ച് കളിക്കാൻ പോവുക